ഹലോ. അപ്പം നമുക്കിന്ന് അടിപൊളി ഹോം മെയ്ഡ് ആയിട്ടുള്ളൊരു ടൊമാറ്റോ സോസ് ഉണ്ടാക്കിയാലോ? ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ ഉണ്ടാകും കേട്ടോ. പക്ഷേ അവർ ചേർക്കുന്ന പോലെ പ്രിസർവേറ്റീവും കെമിക്കൽസും ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. നല്ല ഹെൽത്തി ആയിട്ട് ഹോം മെയ്ഡ് ടൊമാറ്റോ സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് ടൊമാറ്റോസ് എടുത്തിട്ടുണ്ടേ. അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പം നമ്മൾ തക്കാളിക്കൊക്കെ നല്ല വിലക്കുറവല്ലേ, അതുകൊണ്ട് എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി നമുക്കതിലേക്ക് വേണ്ടത് കുറച്ച് 2 കഷ്ണം ബീട്രൂട്ടും പിന്നെ സ്പൈസസ് ആയിട്ട് കറുവപ്പട്ടയും ഗ്രാമ്പും പിന്നെ 2 അല്ലി വെളുത്തുള്ളിയും മതിയേ. ഇനി നമുക്ക് ടൊമാറ്റോസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാവേ. കുക്കറിലേക്ക് ഇട്ട് കൂടെ തന്നെ നമ്മൾ ബീട്രൂട്ടും സ്പൈസസും എല്ലാം കൂടി ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കൂടാതെ ആ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തേക്കണേ. ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയാട്ടോ. വളരെ കുറച്ച് മാത്രം മതിയേ മുളക് പൊടിയെ. ഇനിതാ അത് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി, വളരെ കുറച്ച് വെള്ളം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഒറ്റ വിസിലിൽ തന്നെ നമ്മുടെ ടൊമാറ്റോസ് എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത കറുവപ്പട്ടയും ഗ്രാമ്പും കൂടി നമുക്ക് എടുത്ത് മാറ്റാവേ. ഈ ടൊമാറ്റോ സോസൊക്കെ ഇഷ്ടമില്ലാത്തതായിട്ട് ആരും ഉണ്ടാവത്തില്ല അല്ലേ. അപ്പോൾ ഇനി പുറത്തുനിന്ന് വാങ്ങിക്കാതെ ടൊമാറ്റോയ്ക്കൊക്കെ ഇപ്പം നല്ല വിലക്കുറവായതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇനി ആറിക്കഴിയുമ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കണം കേട്ടോ. ആ ടൊമാറ്റോസ് എല്ലാം നന്നായിട്ട് വെന്തത് കൊണ്ട് പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റുമേ. അത് നല്ല മഷി പോലെ അരിഞ്ഞു കിട്ടണം കേട്ടോ. ഇനി നമ്മൾ അരിച്ചെടുത്തതെല്ലാം ടൊമാറ്റോസ് അതിൻ്റെ കുരു എല്ലാം മാറ്റാനായിട്ട് നമുക്ക് അരിപ്പ വെച്ചൊന്ന് അരിച്ചെടുക്കാവേ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടാതെ ടൊമാറ്റോ സോസ് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അവരും ഇനി കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ഹോം മെയ്ഡ് ആയിട്ടുള്ള ടൊമാറ്റോ സോസ് ഉണ്ടാക്കി കഴിച്ച് നോക്കട്ടെ. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത എല്ലാ ടൊമാറ്റോസും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം നമ്മൾ നന്നായിട്ട് കുറുക്കി സോസിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാകണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കാവേ. ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ പ്യൂരി ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാട്ടോ. അപ്പോൾ മധുരം നമുക്ക് ആവശ്യത്തിന് എടുക്കാം, അധികം വേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് തിളച്ച് കുറുകി വരണേ. ആ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വരണം. അപ്പോൾ നമ്മൾ ഒരു പിഞ്ച് ഓഫ് സോൾട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മതിയാവുമേ. ഇത് കുറുകി വരുന്നുണ്ട്. നന്നായിട്ട് നമ്മൾ കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാലേ ആ ടൊമാറ്റോ സോസിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. കൈവിടാതെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ നമ്മൾ നന്നായിട്ട് കുറുകിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ്. വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതിയേ. ജസ്റ്റ് ആ ഒരു പുളിപ്പൊക്കെ ഒന്ന് ബാലൻസ് ആവാനായിട്ട് മാത്രം നമ്മൾ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടി ചേർത്ത് നന്നായിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഹോം മെയ്ഡായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ സോസ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഒരുമാതിരി നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. അതിൻ്റെ പരുവം നമുക്ക് അറിയാനായിട്ട് കുറച്ച് സോസ് എടുത്ത് നടുക്കൂടി ഒരു വര വരച്ചാൽ അതിന് കറക്റ്റായിട്ടൊരു ഗ്യാപ്പ് ഫോം ചെയ്താൽ നമ്മുടെ സോസിൻ്റെ കറക്റ്റ് പരുവമായിട്ടുണ്ടേ. അപ്പോൾ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ കാണാനും അതുപോലെ തന്നെ കഴിക്കാനും ആ ഒരു കൺസിസ്റ്റൻസിയും എല്ലാം സെയിം ആട്ടോ. അപ്പോൾ ഇനി ടൊമാറ്റോ വാങ്ങുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ.